ദൈവത്തിന് നമ്മെക്കുറിച്ച് സുവ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ആദിയും അന്തവുമായ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. ടു ബിക്കം ലൈക്ക് ജീസസ്. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു ക്രിസ്തു ആകാൻ ആഗ്രഹിക്കുക, ക്രിസ്തുവിനെ പോലെയാകാൻ ആഗ്രഹിക്കുക. നമ്മൾ ആദ്യകാലത്ത് ധ്യാനങ്ങളൊക്കെ കൂടുന്ന കാലത്ത് കേട്ടിട്ടുണ്ടായിരിക്കാൻ ഇടയുള്ള ഒരു പാട്ടിൻ്റെ അംശമാണ്, എനിക്ക് യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. ചെറിയ അളവിലല്ല, അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ എനിക്ക് യേശുവിനെ പോലെയാകണം. പ്രൈസ് ദ ലോർഡ്. 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 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29 പിതാവിന്റെ അഭീഷ്ടം എന്താണെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. തന്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് നാം എല്ലാവരും അനുരൂപപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ആരെ പോലെ ആകണമെന്നാണ്? പുത്രനായ യേശുവിനെ പോലെ ആകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. യേശു ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയട്ടെ? നമ്മൾ പിതാവിനെ പോലെ ആകണമെന്ന്. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണരാകുവിൻ. മത്തായിയുടെ സുവിശേഷം 5:48. മത്തായി 5:48 വലതുകരം ഉയർത്തി. 5:48 സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എന്താണ് ആ പരിപൂർണത എന്നറിയണമെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കണം. മത്തായി 5:43 മുതൽ 48 വരെ. നിങ്ങളുടെ ശത്രുവിനെ ദ്വേഷിക്കുവിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടനും ശിഷ്ടനും മഴ നൽകുന്നു. ദൈവകൽപ്പന ലംഘിക്കുന്നവൻ കൃഷി ചെയ്താലും വിളവ് കൊടുക്കുന്നു, അവനെ നശിപ്പിക്കാൻ നോക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നത്? നിങ്ങളും അതുപോലെ സ്നേഹിക്കണം. ആർക്കും തിന്മ വരണം എന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മുടെ എതിരാളികള് നമുക്ക് എതിരായിട്ട് പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, സാക്ഷാൽ എതിരാളി അവരിൽ ഒളിഞ്ഞിരിക്കുന്ന സാത്താനായിരിക്കും. അവർക്ക് ദുഷ്പ്രേരണ നൽകി അവരെ കൊണ്ട് നമുക്കെതിരായി അപവാദം പറഞ്ഞു പരത്തുന്നത്. രാപകലില്ലാതെ നമ്മുടെ ഇല്ലാത്ത കുറ്റം എല്ലാം തലയിലോട്ട് വെച്ച് കൊടുത്ത് ചിലപ്പോൾ അവരത് വിളിച്ചു പറയും, അപവാദം പറഞ്ഞു പരത്തും. അതുകൊണ്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് യേശു അരുളി ചെയ്ത 7 വചനങ്ങളിൽ ആദ്യത്തേത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. 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 യേശുവിന്റെ വചനങ്ങളെല്ലാം ഒരിക്കലും അവസാനിക്കാത്ത വചനങ്ങളാണ്. ഈ വചനങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ തന്നെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിത്യമായ കൽപ്പനയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന നിത്യമായ പ്രാർത്ഥനയാണ്. അതിനാൽ ആ പ്രാർത്ഥന നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി നമ്മളെ വേദനിപ്പിച്ച, നമുക്കെതിരായി തിന്മ പറഞ്ഞു പരത്താൻ ഇടവന്ന ആരൊക്കെ ഉണ്ടെങ്കിലും യേശുവിൻ്റെ മാതൃകയിൽ അവർക്കെല്ലാം പാപക്ഷമ കൊടുക്കുക. പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. അവരാത്മീയമായ അന്ധതയിലായിരിക്കാം. സാത്താൻ നുണ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതാകാം.
അതുകൊണ്ട് പിതാവേ, അവരെ ശിക്ഷിക്കരുതേ, അവരെ അനുഗ്രഹിച്ച് 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 അവരെ നല്ലവരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങായി എന്റെ ശത്രുവിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെക്സിക്കോയില് ധ്യാനം നടത്തുന്ന അവസരത്തില് ഒരു ബിഷപ്പ് കുർബാന ചെല്ലാനായിട്ട് കുപ്പായമിട്ട് ജനത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ടീമിൽ ഒരു പ്രവചനം കിട്ടിയത്. കുർബാനയ്ക്ക് മുമ്പ് ഒരു വചനപ്രഘോഷണം വേണം, ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള വചനപ്രഘോഷണം വേണം. അപ്പോൾ ബിഷപ്പിനോട് ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു മെസ്സേജുണ്ട്, ഒരു സന്ദേശമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ 1.25 മണിക്കൂർ നേരം വചനപ്രഘോഷണം നടത്തി. അപ്പം പിതാവ് ഒരു കാര്യം പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയുള്ള വചനപ്രഘോഷണമാണ്, എനിക്കൊരാളോട് വിരോധമുണ്ട്, ആളിവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോയി മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞ് ഏറ്റവും താഴത്തെ നിരയിൽ ചെന്ന് മാപ്പ് ചോദിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ കുർബാന ചൊല്ലിയത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സാത്താൻ എല്ലാവരുടെയും മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം വിധി ഓർപ്പിച്ച് തന്ന് നമ്മളത് ശരിയാണെന്ന് വിചാരിച്ച് വെറുക്കാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും തന്നെ ഇങ്ങനെ സാത്താൻ്റെ പണിപ്പുരയായിട്ടിരിക്കുകയാണ്. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം ഓർപ്പിച്ച് തരും, അത് ശരിയാന്നുള്ള മട്ടിൽ നമ്മളിരിക്കും. നമ്മുടെ ഉള്ളിൽ അന്ധകാരമാകും, പിന്നെ ദൈവസ്നേഹവും ഇല്ലാതാകും. നമ്മളെല്ലാവരും ഒരു വ്യാകുല മാതാവിൻ്റെ ഷേപ്പിൽ അവിടെ ഇരിക്കും. എല്ലാവർക്കും ദുഃഖമാണ്, എല്ലാവർക്കും കുറ്റം വിധിയാണ്, എല്ലാവർക്കും പരദൂഷണമാണ്. ആരാണ് ഈ പണിയൊപ്പിക്കുന്നത്? സാത്താൻ നമ്മുടെ ഉള്ളിൽ കുറ്റം വിധി ഓർപ്പിച്ച് തരുന്നു, ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ഓർപ്പിച്ച് തരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതുന്നവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ടും അവരെ അനുഗ്രഹിച്ചുകൊണ്ടും അന്നുണ്ടായ മുറിവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഇതുപോലെ മുറിവുള്ളവരും മുറിവുണ്ടാക്കുന്നവരുമായ അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രലോഭനത്തെ നമ്മൾ ജയിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും തൻ്റെ പുത്രനായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. യേശു ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എൻ്റെ മേൽ പാപം ആരോപിക്കാൻ സാധിക്കും? യേശുവിൽ പാപമില്ല, പിതാവായ ദൈവത്തിലും പാപമില്ല, സ്വാർത്ഥതയില്ല. അപ്പം നമ്മളോട് പറയുന്നത്, നിങ്ങൾ പിതാവിനെ പോലെയാകണം, നിങ്ങൾ പുത്രനായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടാൻ നിരന്തരം പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ടു ബിക്കം ലൈക്ക് ജീസസ്, ടു ബിക്കം അനദർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ, പിതാവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ സ്വയമേവ നമുക്ക് കഴിവില്ല. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുയർത്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. പ്രവാചകന്മാരെ എല്ലാം കൊന്ന സ്ഥലമാണ് ജെറൂസലം. യേശു എന്ന ഏറ്റവും വലിയ പ്രവാചകനെയും ദൈവപുത്രനെയും അവിടെയാണ് അവർ കുരിശിൽ തൂക്കി കൊന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണം, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, നിങ്ങളുടെ സഹന സ്ഥലം വിട്ട് ഓടിക്കളഞ്ഞേക്കരുത്. ഭർത്താവ് മോശമാണെന്ന് കരുതി ഭർത്താവിനെ ഇട്ടിട്ട് പോയേക്കരുത്, ഭാര്യ മോശമാണെന്ന് കരുതി ഭാര്യയെ ഇട്ടിട്ട് പോയേക്കരുത്, അപ്പനും അമ്മയും കുറവുണ്ടെന്ന് കരുതി അവരെ ഇട്ടിട്ട് പോയേക്കരുത്. നിങ്ങൾക്ക് ചില സഹനങ്ങൾ തരുന്നത് ദൈവമാണ്. ജെറൂസലം എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ സ്ഥലം എന്നൂടി അർത്ഥമുണ്ട്. നിങ്ങളുടെ സഹന സ്ഥലം വിട്ട് ഓടിപ്പോകേണ്ട. അവിടെ നിങ്ങൾ കൊല്ലപ്പെട്ടെന്നിരിക്കാം, പക്ഷെ അവിടെ തന്നെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ പോകുന്നത് എവിടെ നിങ്ങൾക്ക് സഹനമുണ്ടോ അവിടെ തന്നെയാണ്. നിങ്ങളുടെ സഹനങ്ങളെ ഓർത്ത്, നിങ്ങളുടെ വേദനകളെ ഓർത്ത്, നിങ്ങളുടെ കുരിശുകളെ ഓർത്ത്, നിങ്ങളുടെ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ, ഓർത്തോർത്ത് ദുഃഖിച്ച് സമയം കളയാതെ പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ
നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഓരോരുത്തരും തങ്ങളുടെ സഹനത്തെ ഓർത്തൊന്ന് സ്തുതിക്കാൻ ഒരുങ്ങിക്കേ. ഏതെല്ലാം സഹനമുണ്ടോ, ദൈവം അറിയാത്ത സഹനമില്ല. ആ സഹനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹനങ്ങളെ പ്രതി, സഹനങ്ങളെ പ്രതി, കുരിശുകളെ പ്രതി, കുരിശുകളെ പ്രതി, ദുഃഖങ്ങളെ പ്രതി, ദുഃഖങ്ങളെ പ്രതി, പരാജയങ്ങളെ പ്രതി, ആദ്യങ്ങളെ പ്രതി, ക്ഷീണം തളർച്ചയെ പ്രതി, ക്ഷീണം തളർച്ചയെ പ്രതി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, തകർച്ചകളെ പ്രതി, തകർച്ചകളെ പ്രതി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. അങ്ങറിയാത്ത തകർച്ചകളില്ല, അങ്ങറിയാത്ത തകർച്ചകളില്ല, അങ്ങറിയാത്ത സാമ്പത്തിക നഷ്ടങ്ങളില്ല, അങ്ങറിയാത്ത സാമ്പത്തിക നഷ്ടങ്ങളില്ല. ഇവയെല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുവാൻ നന്മയ്ക്ക് വേണ്ടി മാറ്റുവാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങേക്ക് സാധിക്കും. രണ്ടു തരത്തിലാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിൽ പൂരിതരാകുക. അതിനുവേണ്ടി ദാഹിക്കണം, അതിനുള്ള വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമുക്കും ചുറ്റുമുള്ള 10,000-കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയ വിശാലത, വിശ്വാസ വിശാലത നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇനിയും നമ്മൾ സ്വതന്ത്രരാകുക, നമുക്ക് വിടുതൽ കിട്ടുക, നമുക്ക് മോചനം കിട്ടുക, നമുക്ക് സൗഖ്യം കിട്ടുക വചന ശുശ്രൂഷയിലൂടെയാണ്. എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിനാൽ വചനം, നമ്മളെ സ്പർശിക്കുന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. ഇങ്ങനെയുള്ള വചനങ്ങൾ ശേഖരിക്കുന്നതിൽ ജാഗരൂകരായിരിക്കണം. അങ്ങനെയുള്ള വചനങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നതിൽ ജാഗരൂകരായിരിക്കണം. വചനം പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും. 101 അധ്യായമുള്ളൊരു പുസ്തകമാണ്. ദൈവവചന ശക്തിയാൽ മദ്യപിശാച് വിട്ടുപോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടില് വഴിപിഴച്ചു പോകുന്ന സ്വഭാവമുള്ള മകനോ മകളോ ഉണ്ടെങ്കിൽ അതിനു പറ്റിയ അധ്യായം, മ്ലേച്ഛപാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ വചനം നമ്മൾ ആവർത്തിച്ച് വായിക്കുക. ഏതെങ്കിലും അധ്യായം തുടർച്ചയായിട്ട് വായിക്കുക. ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇതുപോലൊരു 10,000 പേര് പരിശുദ്ധാത്മാവോട് നിറയട്ടെ, ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ, പ്രേക്ഷിതരായി തീരട്ടെ എന്ന് പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 20-ാമത്തെ വയസ്സിലാണ് ഞാൻ ദൈവസ്വരം കേട്ടത്. ചോദിക്കുവാൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. 20-ാമത്തെ വയസ്സിൽ കേട്ടു. 23-ാമത്തെ വയസ്സിലാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അഭിഷേകം കിട്ടിയത്. അപ്പോൾ ഈ കാലയളവിൽ കിട്ടിയ വചനം ചോദ്യോത്തര രീതിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണത്. സ്വന്തമായിട്ട് കോപ്പിയുള്ളവർ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കുക. എന്നിട്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്? അത് അത്ര എളുപ്പമല്ല. സഹനം ഏറ്റെടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും ഉള്ളൊരു വാസനയാണ് മനുഷ്യപ്രീതിയുടെ പുറകെ പോവുക. മനുഷ്യരെ പ്രസാദിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തൊക്കെ തിന്നുകൂട്ടുക, നിർബന്ധിക്കുമ്പോൾ ഒരുപാട് തിന്നുക. ആവശ്യമില്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലെന്ന് അറിഞ്ഞാലും തിന്നും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മനുഷ്യരെ പ്രസാദിക്കാൻ വേണ്ടി മദ്യം വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ കുടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുതരം അടിമത്താവസ്ഥ എല്ലാവർക്കും തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എല്ലാ ദിവസവും വൈകുന്നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല. അല്ലെങ്കിൽ 7 മണിക്ക് 6 മണിക്ക് മുമ്പ് കഴിച്ചാൽ മതി. കാരണം ഒരു ഉപവാസത്തോടെ കിടന്നാൽ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. വൈകുന്നേരം കഴിക്കാതെ നേരത്തെ, അത്യാവശ്യമുള്ളൊരു പഴവോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസോ കഴിച്ച് നിങ്ങൾ അല്പം വിശപ്പോടെ പോയി കിടന്നാൽ കാലത്തെ 3 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റ് 2-3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റും. വയറ് മിക്കവാറും നിറച്ച് നിന്നിട്ട് ഒറ്റ കിടപ്പാണ്. അത് ദഹിക്കണമെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങിയാലും ദഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 നമുക്ക് 2 മേഖലയിൽ വിടുതൽ ആവശ്യമാണ്. ഒന്ന് മനസ്സിൻ്റെ മേഖലയിൽ,
തെറ്റായ ചിന്തകളും തെറ്റായ ലക്ഷ്യങ്ങളും തെറ്റായ ആശയങ്ങളും എല്ലാം വിട്ടുമാറണം. അപ്പോൾ ദൈവവചന പഠനം മൂലവും ദൈവവചന വായന മൂലവും വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോഴുമെല്ലാം പുതിയ ഉൾക്കാഴ്ചകളും ജ്ഞാനവും നമുക്ക് കിട്ടും. അത് എഴുതി വെക്കണം, ചെറുതായിട്ടെങ്കിലും, എന്നിട്ട് വീണ്ടും വായിക്കണം. ഈ ജ്ഞാനത്തിൽ നമ്മൾ വളരണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മനസ്സ് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിലും അനേകായിരങ്ങളിലും പതിനായിരങ്ങളിലും ജനലക്ഷങ്ങളിലും എഴുന്നള്ളി വരണമേ. ആത്മാവിന്റെ ഫലങ്ങൾ ദാനവരങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ. പ്രേക്ഷിത ശക്തി, പ്രേക്ഷിത ദൗത്യം, പ്രേക്ഷിത വരദാനങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ദുശീല ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. വാശി വൈരാഗ്യത്തിൽ നിന്നുള്ള മോചനമാണ്. കോപ പ്രകൃതിയിൽ നിന്നുള്ള മോചനമാണ്. മ്ലേച്ഛ ചിന്തകളുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. കഠിന ഹൃദയത്തിൽ നിന്നുള്ള മോചനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, മനസ്സലിവുള്ള സ്നേഹം, ഇവയെല്ലാം നമ്മിൽ നിറയുന്ന ഒരു മനസ്സാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2:24 എല്ലാവരും പറഞ്ഞേ. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. 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 അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ മുറിവിനാൽ സൗഖ്യമാക്കപ്പെട്ടവർ. അത്ഭുത രോഗശാന്തി ഇതിനു മുമ്പോ ഒക്കെ കെട്ടിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ, ഒന്ന് എഴുന്നേറ്റ് തന്നെ. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ അത്ഭുത രോഗശാന്തി കിട്ടിയവര് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് വചനം കേൾക്കുമ്പോൾ, ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അത്ഭുതങ്ങൾ ലഭിക്കുന്നു. നിങ്ങളെല്ലാവരും മുൻവശത്തോടെ തോന്നി. എല്ലാവരും ഇതിനു മുമ്പ് അത്ഭുത രോഗശാന്തി കിട്ടിയവര് മുൻവശത്തോട്ട് വന്നേ. പേടിച്ചരണ്ടല്ലോ, ഇനിയൊന്ന് കറങ്ങി പോരെ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇവിടുത്തെ സ്ഥിതി മാത്രമല്ല, കേരളത്തിലെ സ്ഥിതി മാത്രമല്ല, ലോകം മുഴുവനിലേക്കും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും വാരി വിതറിക്കൊണ്ട് ദൈവം യേശു താൻ ഇന്നും ജീവിക്കുന്നുവെന്ന് ലോക സമക്ഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനാൽ ഈ 5 വൻകരകളും 195 രാജ്യങ്ങളിലും എല്ലാം ഈ സുവിശേഷം എത്തിച്ചേരണം. യേശു എന്നും ജീവിക്കുന്നു. അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്താൻ കാത്തിരിക്കുന്നു. ചുറ്റും വന്നിരിക്കുക, ഇവിടെ എല്ലാം ഒന്നറിയാം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കേരളം മുഴുവനുമുണ്ട് ഈ അത്ഭുത രോഗശാന്തിയും പരിശുദ്ധാത്മാഭിഷേകവും എല്ലാം കേരളം മുഴുവനായിട്ടുണ്ട്. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 അവിടെ നിൽക്കുന്നവരെല്ലാം 2 കൈ ഉയർത്തുന്ന വീശി കാണിച്ചേ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, കയ്യും കണക്കില്ലാത്ത അത്ഭുതങ്ങൾ, വാരിക്കോരിയുള്ള അത്ഭുതങ്ങൾ, വാരിക്കോരിയുള്ള പരിശുദ്ധാത്മ അഭിഷേകം മലയാളികളെ, കേരളത്തെ ദൈവം ലോക സുവിശേഷീകരണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ സാക്ഷീകരണമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പോട്ടയിൽ മാത്രമല്ല, കേരളം മുഴുവൻ, കേരളത്തിന് പുറത്തും ലോകം മുഴുവനും ജോലിക്കുന്ന മട്ടില് മലയാളികളെ വിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവിടെ ചെന്ന് കൺവെൻഷനും ധ്യാനമൊക്കെ ഓർഗനൈസ് ചെയ്യണം. അവരെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ധ്യാനമന്ദിരങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി മലയാളികളെ തിരഞ്ഞെടുത്ത് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമിയ 30:17. ജെറമിയ 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. രണ്ട് കരങ്ങളും ഉയർത്തി അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 103:3. സങ്കീർത്തനം 103:3. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തിപ്പിടിച്ച് യാക്കോബ് 5:15. യാക്കോബ് 5:15. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. രോഗിയെ സുഖപ്പെടുത്തും. ജ്ഞാനം 16:12. ജ്ഞാനം 16:12. മരുന്നോ ലേപന ഔഷധമോ അല്ല. മരുന്നോ ലേപന ഔഷധമോ അല്ല. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ജ്ഞാനം 16:12. മരുന്നോ ലേപന ഔഷധമോ അല്ല. മരുന്നോ ലേപന ഔഷധമോ അല്ല. കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ജ്ഞാനം 16:12. ഹല്ലേലൂയ. 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 പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.